ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 60 വണ്ടി ജനറലായിട്ടുള്ള സർവീസിന് വണ്ടി കയറ്റിയതാണ്. നമുക്ക് 6997 കിലോമീറ്റർ, അതായത് 7000 കിലോമീറ്ററിനോളം അടുത്തായിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജനറലായിട്ട് വന്ന പീരിയോഡിക് സർവീസിന് വണ്ടി കയറ്റിയതാണ്. അപ്പോൾ ബാക്ക് ബ്രേക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ്. ജസ്റ്റ് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റാക്കി എടുക്കാം. അതേപോലെ തന്നെ ടയറിൻ്റെ ഭാഗമൊക്കെ നല്ലതാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. കമ്പനി വന്നപ്പോൾ ഉള്ള ടയറാണ്, MRFൻ്റെ തന്നെ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഹബിനും വേറെ പറയത്തക്ക കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ എയർ ഫിൽട്ടർ ക്ലച്ച് ബ്രേക്കുകളൊക്കെ അഴിച്ച് ചെക്ക്, ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, സ്വിച്ച് ഐറ്റംസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള സർവീസാണ് നമ്മൾ ജനറലായിട്ട് ചെയ്യേണ്ടത്. ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മളതിൻ്റെ എയർ ഫിൽട്ടറൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ കമ്പനി ഫിൽട്ടർ തന്നെ കിടക്കണം, ഒറിജിനൽ ഫിൽട്ടർ തന്നെ കിടക്കുന്നത്. ഡാമേജോ അങ്ങനെ പഴക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ശരിക്കും 10000 കിലോമീറ്ററിലാണ് നമ്മൾ എയർ ഫിൽട്ടർ പ്ലഗും മാറ്റേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും നമുക്ക് 7000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 10000 കിലോമീറ്ററിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഓട്ടം കുറവായതുകൊണ്ട് തന്നെയാണ് നമുക്ക് പരമാവധി ഉപയോഗിക്കാൻ കേട്ടോ. കാരണം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്കും 10000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റിയാൽ മതി, കുഴപ്പമില്ല. അതല്ലെങ്കിൽ കൂടുതൽ പൊടി കാര്യങ്ങളൊക്കെ വന്നാലാണ് സാധാരണ മാറ്റേണ്ടി വരാറ്. ഇപ്പോൾ നിലവിൽ കുഴപ്പമില്ല, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വേറെ പറയത്തക്ക കംപ്ലയിൻസോ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നേരടിച്ച് ക്ലീനാക്കുക, റീസെറ്റ് ചെയ്യാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, കമ്പനി ബെൽറ്റ് തന്നെ കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റ് തന്നെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞ് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ക്ലച്ച് യൂണിറ്റും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണം. എല്ലാ സർവീസും ചെയ്യണേൻ്റെ റീസൺ വെച്ചാൽ ഇതിനകത്ത് തന്നെ നോക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ തുരുമ്പ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഈ സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആക്റ്റീവ മോഡൽ വണ്ടികളെല്ലാം തന്നെ ഒട്ടുമിക്കതും നമുക്ക് ബെൽറ്റിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചേക്കണം. കൂട്ടത്തിൽ കൂടെ നമ്മളത് ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടണം. കാരണം നമുക്ക് എപ്പോഴെങ്കിലും കിക്കർ സ്റ്റാർട്ട് ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അതും കൂടിയും കൂട്ടത്തിൽ ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കൂട്ടത്തിൽ കൂടെ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. നമുക്കതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ജസ്റ്റ് ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് ഈ വോൾട്ട് കാണിക്കുമ്പോൾ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്കാവും. പക്ഷേ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ ലോഡ് എടുക്കുന്നത് നമുക്ക് ബാറ്ററി ആർട്ടിഫിഷ്യലായിട്ട് തന്നെ നമ്മളൊന്ന് ലോഡ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വോൾട്ട് ശരിക്കും പറഞ്ഞാൽ 8.5 വോൾട്ടിൻ്റെ താഴേക്ക് വന്ന് ഓൾറെഡി കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് കാണിക്കുക. അപ്പോൾ ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് ലോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് 8.45 വന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഏകദേശം അതിൻ്റെ ഒരു ബാറ്ററിയുടെ ഒരു ലൈഫ് ഇങ്ങനെ കുറഞ്ഞ് വരാണ്. ഇപ്പോൾ നിലവിലൊന്നും ചെയ്യൊന്നും വേണ്ട, നിലവിൽ അങ്ങനെ ഇരുന്നോട്ടെ. ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കണ്ടീഷൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, പറയത്തൊക്കെ ലീക്കേജോ കാര്യങ്ങളൊന്നും ആ ഭാഗത്ത് വന്നിട്ടില്ല. ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കി, വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ വണ്ടിക്ക് പറഞ്ഞേക്കണ വേറൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ ലോക്ക് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല എന്നൊരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ക്യാച്ചറൊക്കെ മാറ്റി പുതിയത് വെച്ചേക്കണതാണ്. ആ സ്വിച്ചിൻ്റെ ഭാഗത്താണ് പ്രോബ്ലം പറയാം, അതായത് ഒരുപാട് ബലം കൊടുക്കേണ്ടി വരുന്ന ഒരു കണ്ടീഷനാണ് പറയുന്നത്. നോക്കിയിട്ട് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലം നമ്മളത് സോൾവ് ചെയ്തിട്ടേക്കാം കേട്ടോ. കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് കറക്റ്റ് ചെയ്തേക്കാം, എന്തെങ്കിലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, ഓയിൽ നല്ല ഓയിലാണ് കിടക്കണേ. ഓയിൽ മാറേണ്ട ഒരു ടൈം ആയിട്ടൊന്നുമില്ല, ഓൾറെഡി ഓട്ടം കുറവാണ് വണ്ടിക്ക് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കൂടെ ഒന്ന് അഴിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമുക്കൊന്ന് അഴിച്ച് ബ്രേക്ക് ക്യാം കൂടി ഗ്രീസ് ചെയ്യും. അത് നമ്മൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയേക്കണം, കാരണം നമുക്ക് ഒപ്പം അഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ഓൾറെഡി വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയിക്കോളും. ഓക്കെ.